നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. അന്ത്യകാല പ്രവാചിക എന്ന പേരിൽ ഷെക്കേന ന്യൂസ് ടെലിവിഷനിലൂടെ എല്ലാ മാസവും 13-ാം തീയതി നമ്മൾ മരിയൻ ദിനമായി അണിചേർന്ന് വിചിന്തനം നടത്തി സ്വർഗത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൻ്റെ സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകി തൻ്റെ ദിവ്യസുതൻ്റെ പ്രത്യാഗമനത്തിനായി സഭാമണവാട്ടിയെ അണിയിച്ചൊരുക്കുന്ന അമ്മ മാതാവിനോടൊപ്പം നമുക്ക് അണിചേരാം. നരകസർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ, പുത്രൻ്റെ 2-ാം വരവിന് മുൻപുള്ള ഈ കരുണയുടെ കാലയളവിൽ ഞങ്ങളിലേക്ക് ദൈവ കരുണ ഒഴുക്കുവാനായി അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് യാചിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ തങ്കപരിമള മാല നമുക്ക് കരങ്ങളിലെടുത്ത് അമ്മ പറഞ്ഞിട്ടുള്ള ഒരു സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് ആഗ്രഹിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയെ നോക്കാം. 50 നോമ്പിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ക്രിസ്ത്യൻ ഭവനങ്ങളിലൊക്കെയും നമ്മളുടെ പൈതൃകമായി നമ്മൾ കൊണ്ടു നടന്നിരുന്ന ഒരു കാര്യമാണ് പുത്തൻ പാനയുടെ വിചിന്തനങ്ങൾ. അമ്മയുടെ നുറുങ്ങിയ ഹൃദയത്തിലൂടെ കർത്താവിൻ്റെ പാടുപീടകൾ നോക്കിക്കണ്ടിരുന്ന ഒരു വിചിന്തന രീതി നമ്മുടെ സ്വന്തമായിരുന്നു. അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ കൈമോശം വന്നിട്ടുണ്ട്. അമ്മയുടെ ഹൃദയം കുരിശിൻ്റെ വഴി കയറിയ ഹൃദയമാണ്. 7 വ്യാകുലങ്ങൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് വാൾമുനകളായി ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഒന്ന്, ശിമയോന്റെ പ്രവചനം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 25 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് സ്വർഗീയ പദ്ധതി ഒരു വാളായി ആഴ്ന്നിറങ്ങുകയാണ്. ഈജിപ്തിലേക്കുള്ള ഓട്ടം 2ാമത്തെ അമ്മയുടെ വ്യാകുലമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഈജിപ്തിലേക്കുള്ള ഓട്ടത്തിലെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഈജിപ്തിലേക്കുള്ള യാത്രയേക്കാൾ ദുഷ്കരം തിരിച്ചുള്ള യാത്രയായിരുന്നു. ഇരുളിൻ്റെ മറപിടിച്ച് അസന്നിഗ്ധാവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മ തൻ്റെ ചോരക്കുഞ്ഞിനെ മാറിലോട് ചേർത്ത് പിടിച്ച് ഈജിപ്തിലേക്ക് പോയതിനേക്കാൾ ദുഷ്കരമായിരുന്നു തിരിച്ചുള്ള വരവ്. കാരണം ഉണ്ണിയുടെ ഭാരം കൂടിയിരുന്നു. ആ കുഞ്ഞിൻ്റെ കുഞ്ഞിളം പാദം മണ്ണിലൂടെ ചവിട്ടി നടത്തുന്നത് യോസേപ്പിതാവിനും മാതാവിനും ഏറെ കഷ്ടത നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. 3-ാം ദിവസം ഉണ്ണിയെ കാണാതെ അന്വേഷിച്ച് കണ്ടുമുട്ടുന്ന രംഗം പരിശുദ്ധ അമ്മയുടെ 3ാമത്തെ വ്യാകുലമായിരുന്നു. 4, കാൽവരി വഴിയിൽ തൻ്റെ പുത്രന്റെ നിന്ദനമേറ്റ മുഖവും അവന്റെ ചിതറിക്കപ്പെട്ട ശരീരവും അവന്റെ രക്തം ഒഴുകി വീണ മണ്ണിൽ പാദമുറപ്പിച്ച് അമ്മ നിന്ന് തൻ്റെ പുത്രനെ ബലപ്പെടുത്തുന്ന കാൽവരി മലയിലെ കൂടിക്കാഴ്ച. മറ്റൊന്ന്, തൻ്റെ പുത്രൻ
ഒരു തെറ്റും ചെയ്യാത്തവൻ്റെ, നന്മ മാത്രം ചെയ്തവൻ്റെ കരതലത്തിലേക്ക് കാരിരുമ്പാണികൾ, പെരുവിരലോളം വലിപ്പമുള്ള കാരിരുമ്പാണികൾ കഠോര വേദനയോടെ ആഴ്ന്നിറക്കപ്പെട്ടപ്പോൾ അത് നോക്കി നിന്ന അമ്മയുടെ ഹൃദയം. കുരിശിൽ കാസിയൂസ് എന്ന പടയാളിയാൽ കുത്തി തുറക്കപ്പെട്ട അവന്റെ വിരിമാറിൽ നിന്ന് തിരുരക്തവും തിരുജലവും ദൈവകരുണയായി ഒഴുകിയിറങ്ങുന്നത് കണ്ടുനിന്ന കാൽവരിയിലെ ചിതറിക്കപ്പെട്ട അമ്മയുടെ വിമല ഹൃദയം അമ്മയുടെ മടിത്തട്ടിലേക്ക്, ആദ്യത്തെ ബലിവേദിയായ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്ക് തൻ്റെ പുത്രന്റെ പുലികൾ മാന്തിയതുപോലെയുള്ള മനുഷ്യനെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ കഠിന വേദനയാൽ ഉഴവുചാലുകൾ തീർക്കപ്പെട്ട് അവന്റെ ശരീരം മനുഷ്യന് നോക്കി നിൽക്കാൻ കഴിയാത്ത തരത്തിൽ അത്രമാത്രം ക്രൂരമായി നിന്ദിക്കപ്പെട്ട ചിതറിക്കപ്പെട്ട ആ ശരീരം അമ്മയുടെ മടിത്തട്ടിലേക്ക് ഏറ്റുവാങ്ങിയത് അമ്മയുടെ 6ാമത്തെ വ്യാകുലം. 7ാമത്തെ വ്യാകുലം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നു. പുറത്ത് ഇന്നുവരെ ആരെയും അടക്കാത്ത ഒരു സ്ഥലത്തേക്ക് തൻ്റെ പുത്രന്റെ ശരീരവും സംവഹിച്ചുകൊണ്ടുള്ള യാത്ര, തൻ്റെ പുത്രന്റെ മൃതസംസ്കാരം. പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയത്തിലൂടെ നമുക്ക് കാൽവരിയിലേക്ക് നോക്കാം. തിരുരക്തമൊഴുകിയ നടവഴികളിലൂടെ അമ്മ കയറിയതുപോലെ മനസ്സുകൊണ്ട് നമുക്കും കയറാം. പരിശുദ്ധ അമ്മയുടെ നിർമ്മല ദുഃഖങ്ങളോട് ചേർന്ന് നമുക്ക് അല്പസമയം ഇപ്പോൾ ധ്യാന ചിന്തകളോടെ ആയിരിക്കാം. അമ്മ കന്യാ മണി തന്റെ കണ്ണുകൾ അടച്ച് കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർമ്മല ദുഃഖമിപ്പോ നന്മയാലേ മനസ്സുറ്റു അമ്മയുടെ ഹൃദയത്തിന്റെ കേട്ടുകൊണ്ടാലും മനുഷ്യന്റെ വാക്കിൽ ഒതുക്കാൻ കഴിയാത്ത വേദന, ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക്. മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുക്കാൻ കഴിയാത്ത അത്ര കഠിന സഹനങ്ങൾ ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശമ്പോ പറഞ്ഞാലോ കുയില്ല. മാത്രമേ എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റൂ. കന്നി തുണയെങ്കിൽ പറയാ അല്പം. സകല മനുഷ്യരുടെയും പാപപരിഹാരമായി സർവമാനുഷർക്കു വന്ന സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സർവദോഷോ തരത്തിനായി സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അമ്മ പുത്രനെ നോക്കി നിന്ന ആ നിമിഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടുകണ്ടു. മാതാവും യോഹന്നാനും മഗ്ദലനയും ഇങ്ങനെ ചേർന്ന് നിന്ന് ഈശോയെ നോക്കി സർവദുഃഖം
നിറഞ്ഞമ്മ അവന്റെ നിർമ്മല രക്തം പുത്രനെ മാനവരാശിയെ മുഴുവനും വിശുദ്ധീകരിക്കുവാനുള്ള കർത്താവിന്റെ തങ്കച്ചോര ഒഴുകിയിറങ്ങുന്നത് നോക്കി നിന്നു. കുന്തമമ്പ് വെടിച്ചങ്കിൽ കൊണ്ട പോലെ മനം വാടി തൻ തിരുകാൽ കരങ്ങളും തളർന്നു പാരം ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ അമ്മയുടെ ചുടു കണ്ണീർ കണങ്ങൾ പൊഴിഞ്ഞു വീണ കാൽവരി. എന്തു ചൊൽവാതു ദുഃഖം പറഞ്ഞ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6ഉം 8ഉം വാക്യങ്ങളിൽ നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന്മാർക്ക് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തി. തിരുരക്തത്തിന്റെ ഉപവിയുടെ മക്കളെന്ന സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനായ വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ഫുസ്കോ ഇങ്ങനെ എഴുതി വെച്ചു: യേശുവിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളമാണ് അവന്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തങ്കച്ചോര. കർത്താവേ, ഈ സമയം കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന മഗ്ദലനയോടും പരിശുദ്ധ അമ്മയോടും യോഹന്നാനോടും ചേർന്ന് നിന്നുകൊണ്ട് കുരിശിന്റെ സമക്ഷം ഞങ്ങൾ ഇതാ കരമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വലിയ കരുണയുടെ ഒരു കാലയളവ് ഞങ്ങൾക്കായി അനുവദിച്ചു തന്ന സ്വർഗത്തിന്റെ കരുണയോർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവമേ, കരുണയായിരിക്കണമേ എന്ന് തിരുസഭയുടെ മേൽ, ലോകം മുഴുവന്റെയും മേൽ, ഞങ്ങളുടെ ഇടവകയുടെ മേൽ, കൂട്ടായ്മയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സമർപ്പിത സമൂഹങ്ങളുടെ മേൽ ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, മഗ്ദലനയോട് ചേർന്ന്, യോഹന്നാനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണയായിരിക്കണമേ. കർത്താവേ, അവിടുത്തെ കരുണ കടലിൽ ഞങ്ങളെ മുക്കേണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ഒരുക്കി നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായി കർമ്മല മാതാവിനെ കുറിച്ചാണ് ചിന്തിക്കുക. കർമ്മല മാതാവിൻ്റെ വിചിന്തനങ്ങളിലേക്ക് വരുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ ഹൃദയം ഒരുക്കാം. എന്താണ് അന്ത്യകാല പ്രവാചികയായി പരിശുദ്ധ അമ്മയെ സഭ പറയുക? എന്താണ് ഈ അന്ത്യകാലഘട്ടം? കർത്താവിൻ്റെ 1-ാം വരവ് പരിശുദ്ധ അമ്മയിലൂടെ ആയതുപോലെ തന്നെ അവിടുത്തെ 2-ാം വരവും പരിശുദ്ധ അമ്മയിലൂടെ തന്നെ ആയിരിക്കുമെന്നാണ് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ. തിരുസഭയിൽ ഔദ്യോഗിക പ്രബോധനങ്ങളോടുകൂടി സെൻസുസ് ഫിദേയും എന്നുള്ള പേരിൽ സഭയൊന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് കണ്ട് ചിലതൊക്കെ സഭ അംഗീകരിക്കുകയും വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. സെൻസ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. പരിശുദ്ധ അമ്മ ലോക ചരിത്രത്തിൽ തിരുസഭയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ അമ്മ ഇടപെട്ടിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ മാതാവ് കൂടിയാണ് പരിശുദ്ധ അമ്മ.
ലോക ചരിത്രത്തിൻ്റെ ഗതിയെ അവന് മുൻപ് എന്നും അവന് ശേഷമെന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് മാനവരാശിയുടെ ചരിത്രത്തിലേക്ക് യേശുനാഥൻ പിറന്നു വന്നത് അമ്മയിലൂടെ ആയതുകൊണ്ട് തന്നെ മാനവരാശിയുടെ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ അന്ത്യകാല പ്രവാചിക എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങളുടെ ശീർഷകം ഇപ്രകാരമാണ് കാണുക: വേദനകളുടെ ആരംഭമെന്ന്. അവിടെ നമ്മൾ വ്യക്തമായി വായിക്കുന്നു. 4-ാമത്തെ തിരുവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇവയെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉയർത്തെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ നിങ്ങളെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദൂഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ 2ാം വരവിന് മുമ്പുണ്ടാകുന്ന ഒരാത്മീയ വറുതിയെക്കുറിച്ചും ഒരു വലിയ കൺഫ്യൂഷനെക്കുറിച്ചും അന്തിക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പിശാചിൻ്റെ വലിയ അഴിഞ്ഞാട്ടത്തിൻ്റെ ഒരു സമയത്തെക്കുറിച്ചും സഭയിലും വിശ്വാസ സമൂഹത്തിലും ഉണ്ടാകുന്ന ഭിന്നിപ്പുകളും ചേരിപ്പോരുകളും ഒറ്റിക്കൊടുക്കലുകളും സ്നേഹം ഉറഞ്ഞു പോകുന്നതും അനേകർ വിശ്വാസം ഉപേക്ഷിക്കുന്നതും അബദ്ധ പ്രബോധനങ്ങൾ ഉണ്ടാകുന്നതും അതിലൂടെ അനേകർ വഴിതെറ്റുന്നതും ഒരു ഈറ്റുനോവിൻ്റെ സമയം പോലെ തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മൾ വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയുക? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക: സത്യാത്മാവിനെ വിവേചിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? എത്ര മനോഹരമായി നമുക്കൊരു ഗൈഡ് ലൈൻ തന്നിരിക്കുകയാണ്. ദൈവാത്മാവ് എന്താണ്, അതിന് വിപരീതമായിട്ടുള്ള ആത്മാവ് എന്താണ് എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് വചനത്തിൽ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുക. 1 യോഹന്നാൻ 4:4 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റെതാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമായതുമാണ്. ലോകം അവരുടെ വാക്ക് ശ്രവിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. അതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം.
സത്യത്തിൻ്റെ ആത്മാവും അസത്യത്തിൻ്റെ ആത്മാവും ഈ കാലഘട്ടങ്ങളിൽ അനേകം വെളിപ്പെടുത്തലുകളും അനേകം പ്രത്യക്ഷീകരണങ്ങളും അനേകം പേര് പ്രവാചകന്മാരായും ഉദയം ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ എങ്ങനെയാണ് സത്യാത്മാവെന്നും അസത്യത്തിൻ്റെ ആത്മാവെന്നും തിരിച്ചറിയേണ്ടത് എങ്ങനെയെന്ന് സത്യവേദ പുസ്തകം വളരെ കൃത്യവും സ്പഷ്ടവുമായി പറഞ്ഞു വച്ചിരിക്കുന്നു. അവർ ലോകത്തിൻ്റെ ആണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. ലൗകികമായ കാര്യങ്ങളെക്കുറിച്ച് പറയപ്പെടുന്ന ഇടങ്ങളും പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളും ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ കുരിശ് വേണ്ട, കുരിശ് വേണ്ട, കുരിശ് മാറ്റിത്തരണമേ, കുരിശ് മാറ്റിത്തരണമേ എന്നും പറഞ്ഞ് ഈ ലോക ജീവിതം, ലൗകിക ജീവിതത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി പ്രഘോഷണം നടത്തപ്പെടുന്ന സ്ഥലങ്ങളാണ് എങ്കിൽ അത് സത്യാത്മാവല്ലേ? അല്ല. ഇത് പറയുന്നത് ദൈവത്തിന്റെ സത്യവചനമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ പ്രത്യക്ഷീകരണങ്ങൾ നടന്നിട്ടുണ്ട്, വെളിപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സഭ അംഗീകരിച്ച് സ്വീകരിച്ച ഒന്നാണ് കഞ്ചിക്കോട് നടന്ന മരിയൻ പ്രത്യക്ഷീകരണം. ലോകം മുഴുവനും വേണ്ടി റാണി ജോൺ എന്ന സഹോദരിയിലൂടെ പരിശുദ്ധ അമ്മ നേരിട്ട് നൽകിയത് 51 സന്ദേശങ്ങളാണ്. അത് ഷെക്കീന ചാനലിലൂടെ വ്യത്യസ്തമായ സമയങ്ങളിൽ സംപ്രേഷണം ചെയ്യുകയും നമ്മളിൽ പലരും കേൾക്കുകയും ചെയ്തു. നവംബർ മാസം 2-ാം തീയതി, പ്രത്യേകിച്ച് 1996 മുതൽ 2021 വരെയായിരുന്നു 51 സന്ദേശങ്ങൾ അവിടെ നൽകപ്പെടുക. പ്രിയപ്പെട്ടവരെ, 1997 ജൂൺ മാസം 6-ാം തീയതി തിരുഹൃദയ തിരുനാളിന്റെ അന്ന് കർത്താവ് ഒരു സന്ദേശം ആ മണ്ണിൽ നൽകി. അതിൽ പറഞ്ഞ പ്രസക്ത ഭാഗം ഇങ്ങനെയായിരുന്നു: മക്കളെ, നിങ്ങൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുവിൻ, ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്ന ദിനങ്ങൾ വർദ്ധിച്ചു വരുന്നു. മക്കളെ, എൻ്റെ ഹൃദയ വേദന നിങ്ങൾ മനസ്സിലാക്കുവിൻ. ഹൃദയം നിറഞ്ഞ സ്തുതി ജീവിതം ഈ ലോകത്തിൽ മനുഷ്യ മക്കളിൽ നിന്ന് എനിക്ക് പ്രതീക്ഷിക്കാമോ? കേരളത്തിന്റെ മണ്ണിൽ വരും നാളുകളിൽ പരിശുദ്ധ കുർബാന ഏറ്റവും അധികം അവഹേളിക്കപ്പെടുമെന്ന് ആ മണ്ണിൽ 1997 ജൂൺ മാസം 6-ാം തീയതി കർത്താവ് പറഞ്ഞിട്ടും നമ്മൾ സ്വീകരിച്ചനുദപിച്ചോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ 51 സന്ദേശങ്ങൾ നൽകിയ ആ മണ്ണിനെ സഭ പ്രത്യേക പ്രാർത്ഥനാലയമായി ഉയർത്തിയപ്പോഴും നമ്മൾ വേണമെങ്കിൽ അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമായിരിക്കും, അവിടുത്തെ ടൈല് മാറ്റുമായിരിക്കും, അവിടുത്തെ പെയിന്റ് നമ്മൾ മാറ്റുമായിരിക്കും, അവിടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമായിരിക്കും, മാതാവിന്റെ പ്രദക്ഷിണങ്ങൾ ഉണ്ടാകുമായിരിക്കും, അതോട് ചേർന്ന് വേണമെങ്കിൽ വെള്ളം നമ്മൾ വിൽക്കുമായിരിക്കും, അവിടെ കാര്യങ്ങൾ നടത്തുന്നതിന് കാര്യക്കാരുണ്ടാകുമായിരിക്കും. പക്ഷേ സ്വർഗത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആ 51 സന്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതം സ്വർഗോന്മുഖമായി ക്രമപ്പെടുത്തണം എന്നുള്ളത് മാത്രമാണ്. പരിശുദ്ധ അമ്മ കണ്ണുനീരോടെ ആ മണ്ണിൽ പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ മാത്രമാണ് പരിശുദ്ധ അമ്മ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാതെ പോയ ഒരേ ഒരു മണ്ണ്. നമ്മളുടെ ഹൃദയം നുറുങ്ങിയില്ല, നമ്മൾ വേദനിച്ചതുമില്ല. 1997 ജൂലൈ 11-ാം തീയതി പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു: മക്കളെ, സഹനത്തിലൂടെ ലഭിക്കുന്ന സ്നേഹം സുദൃഢവും അചഞ്ചലവുമാണ്. അതുമാത്രമാണ് യഥാർത്ഥ ക്രിസ്തു സ്നേഹം. സഹനത്തോട് ഒരു മമതയുമില്ലാത്ത ഒരു വിശ്വാസ സമൂഹമായി കേരളത്തിലെ വിശ്വാസ സമൂഹം മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഭൗതിക കാര്യങ്ങൾക്കും നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ചെറിയ ചെറിയ ദുഃഖങ്ങളും സങ്കടങ്ങളും പോലും മാറിപ്പോകുന്നതിന് വേണ്ടിയും പ്രതികൂലതകളൊന്നും ഏറ്റെടുക്കാതെ ഒരു സാമ്പത്തിക സുസ്ഥിരത മാത്രം നോക്കുന്ന ഒരു സമൂഹമായി കേരളത്തിലെ ക്രൈസ്തവ ജനം അധപ്പതിച്ചു പോയതും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2023 ഏപ്രിൽ മാസം 22-ാം തീയതി ദൈവകരുണയുടെ മാതാവ് എന്ന പേരിൽ കണ്ണൂർ ജില്ലയിലെ മേരിഗിരി ഇടവകയിലെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത്, എരുവാട്ടി എന്ന സ്ഥലത്ത്
ആ ഇടവകയുടെ, ആ രൂപതയുടെ, അതിരൂപതയുടെ അധ്യക്ഷനായ അഭിവന്ദ്യ ജോസഫ് പാംപ്ലാനി പിതാവ് ദൈവകരുണയുടെ മാതാവിന്റെ ചിത്രം ആശീർവദിച്ചു. അത് നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ പ്രചരിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. 1746 ഖണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിർമ്മല സ്ഫടികത്തിലൂടെ എന്ന പോലെ കടന്നു വരുന്നു ദൈവ കരുണ നമ്മളിലേക്ക്. നിർമ്മല സ്ഫടികത്തിലൂടെ എന്ന പോൽ അവളിലൂടെ കടന്നു വരുന്നു ദൈവ കരുണ നമ്മളിലേക്ക്. അവൾ വഴി മർത്യർ ദൈവത്തിന് പ്രിയരായി തീർന്നു. ദൈവ കൃപതൻ നീർച്ചാലുകൾ എന്നും നിർമ്മലമായ അവളിലൂടെ ഒഴുകിയെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ആ രൂപം വെഞ്ചരിക്കുക. കർത്താവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് ദൈവകരുണയുടെ തിരുനാൾ. അതിനുശേഷം വരുന്ന ശനിയാഴ്ചയാണ് ദൈവകരുണയുടെ മാതാവിന്റെ തിരുനാൾ. ഈ മണ്ണിൽ നൽകിയ സന്ദേശത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഹൃദയഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേറെ ഗൗരവമുള്ള കാര്യമാണ്. അതൊരു താപസത്തിന്റെ മണ്ണായി പരിശുദ്ധ അമ്മ നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ കർമ്മല മാതാവിനെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് പരിശുദ്ധ അമ്മ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കർമ്മലോത്തിരിയം ധരിക്കുവാനും ഈ വെന്തിങ്ങൊക്കെ ധരിച്ച് നമ്മൾ കർമ്മല സഭയിലെ അംഗങ്ങളായി ജീവിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കുവാനും. കർമ്മലീത്തരെന്ന് പറയുക താപസരായിരുന്നു. ഈ താപസ ജീവിതമായിരുന്നു ഒരു കാലത്തെ തിരുസഭയുടെ വീഴ്ചകളിലും വേദനകളിലും താങ്ങും തണലുമായി, ശക്തി സ്രോതസ്സുകളായി, തിരുസഭയുടെ ശക്തി ദുർഗങ്ങളായി, ശക്തി ഗോപുരങ്ങളായി, തിരുസഭയുടെ ആത്മീയ കോട്ടകളായി, തിരുസഭയുടെ ആത്മീയ ചുറ്റുമതിലുകളായി ഉയർത്തപ്പെട്ട ഒരു സഭയായിരുന്നു കർമ്മലീത്തർ. ഈ ഒരു ചൈതന്യം ഇന്ന് കർമ്മല സഭകൾക്കുണ്ടോ? ബന്ധിങ്ങം ധരിക്കുന്ന നമുക്കുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കൈമാറി വന്ന ഈ ബന്ധിങ്ങവും ഉത്തിരിയും കർമ്മല സഭയിലുള്ള ജീവിതത്തിന്റെ ചൈതന്യം നമുക്കുണ്ടോ? പരിശുദ്ധ അമ്മ ആ മണ്ണിൽ ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം ഇതായിരുന്നു: പരിത്യാഗത്തിന്റെയും ത്യാഗത്തിന്റെയും താപസത്തിന്റെയും ജീവിതം തിരുസഭയിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല എങ്കിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തതുപോലെ കർത്താവിന്റെ സഭയല്ല ഇത് എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്ന ദിനത്തിൽ മണ്ണൊലിച്ചു പോകും. ഒന്നും അവശേഷിക്കാത്ത തരത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മള് പരിശുദ്ധ അമ്മ ആരാണ് എന്ന് ആ മണ്ണിൽ പ്രത്യേകമായി അമ്മ പറഞ്ഞ കുറച്ച് ശ്രദ്ധേയമായ കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സമ്മാനങ്ങളുടെ ദാതാവല്ല, പ്രത്യുത ആത്മീയ വരങ്ങളുടെ ദാതാവാണ് ദൈവം. ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈ ലോക ജീവിതം സുസ്ഥിരമാക്കുവാൻ വേണ്ടി നമുക്ക് സമ്മാനങ്ങളുമായി വരുന്നവനല്ല, നമ്മൾക്ക് ആത്മീയ വരങ്ങൾ നൽകുന്നവനാണ് ദൈവം. അതിനാൽ അവന്റെ പുത്രിയും മണവാട്ടിയും അമ്മയുമായ മറിയം കൃപകളുടെ പ്രഭവ സ്ഥാനമല്ല. കൃത്യമായി മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ ഒരു കൃപയുടെയും ഉത്ഭവമല്ല. അമ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. കൃപകൾ ഉത്ഭവിക്കുന്നത് മറിയത്തിൽ നിന്നല്ല. മറിയം കൃപകളുടെ വിതരണക്കാരി മാത്രമാണ്. സ്വർഗത്തിന്റെ കൃപകളുടെ വിതരണക്കാരിയാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഒരു മേലുദ്യോഗസ്ഥനും ഒരു കീഴുദ്യോഗസ്ഥനും ഉണ്ടായിരിക്കെ, കീഴുദ്യോഗസ്ഥനായിരിക്കും ശമ്പളം കൊടുക്കുന്നതും അധികാര കയറ്റം കൊടുക്കുന്നതും മറ്റൊരാൾക്ക് നേരിട്ട് മേലുദ്യോഗസ്ഥൻ ചെയ്യുന്ന പ്രവൃത്തി അല്ലാതെ. എന്നാൽ മേലുദ്യോഗസ്ഥന്റെ നാമത്തിലാണ് കീഴുദ്യോഗസ്ഥൻ അത് ചെയ്യുക. ഉടമ നേരിട്ടല്ല നൽകുക, ഉടമ മുഖ്യ അധികാരിയെ അത് ഏർപ്പെടുത്തും. അത് മുഖ്യ അധികാരിയിലൂടെയാണ് എല്ലാം വിതരണം ചെയ്യുക. അതുപോലെ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൽ നിന്ന് ദൈവിക വരങ്ങൾ സ്വന്തം കൈകൊണ്ട് സ്വീകരിച്ച് മനുഷ്യ മക്കൾക്ക് വിതരണം ചെയ്യുന്ന വിതരണക്കാരിയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നിർമ്മല സ്ഫടികം പോലെയാണ് എന്ന് നമ്മുടെ ചാവറപ്പിതാവും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കറകളേശാത്ത, കളങ്കമില്ലാത്ത, പാപത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ സ്വർഗത്തിന്റെ കൃപകൾ മുഴുവൻ കടന്നു വരുന്നതിന് കാരണമാകും.
സ്വർഗത്തിന്റെ പദ്ധതി അതാണ്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു കൃപയും ഉത്ഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈശോയുടെ ജഡിക ശരീരം മാത്രമാണ് അമ്മയിൽ നിന്ന് ഉത്ഭവിച്ചത്. അവൾ സ്വന്തമായി ഒരു കൃപയും സൃഷ്ടിക്കുന്നുമില്ല. അവൾ അനുഗ്രഹങ്ങളൊന്നും സ്വന്തമായി സൃഷ്ടിക്കുന്നുമില്ല. അവൾ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഒരു അനുഗ്രഹവും പുതുതായി ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവളിലൂടെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. വൈദികരിലൂടെ ഈശോയുടെ ആശീർവാദം ദൈവജനത്തിലേക്ക് കടന്നു വരുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ തങ്ക പരിമളമാലയായി ഈ ജപമാലയ്ക്കോ നമ്മൾ ധരിക്കുന്ന ഉത്തരീയത്തിനോ ശക്തിയുള്ളത് അത് നാഥയുടെ വസ്ത്രമായതുകൊണ്ടോ നാഥയിലൂടെ അത് നൽകപ്പെട്ടത് കൊണ്ടോ അല്ല. നാഥയിലൂടെ പുത്രൻ അവിടെ സന്നിഹിതനായതുകൊണ്ടാണ് രക്ഷയുടെ അച്ചാരമായി നമ്മൾ ധരിക്കുന്ന ഉത്തരീയം മാറുന്നത്. കൂദാശകളുടെ കൂദാശയായ മിശിഹായെ കൂടാതെ ഇതിന്റെ വരങ്ങൾ ഒന്നും നമുക്ക് ലഭ്യമാവുകയില്ല. ഈശോ നടന്ന വഴിയിലൂടെ നടക്കാതെ ഇത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ആരും കരുതുകയും വേണ്ട. പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോയാൽ മാത്രം പോരാ. ഈ പരിശുദ്ധ കുർബാന നമുക്കൊരു അനുഭവമായിട്ട് മാറണം. നമ്മൾ ആരും പരിശുദ്ധ കുർബാനയെ ഒരു വില കുറഞ്ഞ വസ്തുവായി ഇട്ട് തട്ടാറില്ല. വില കൊടുക്കേണ്ടതിന് വില കൊടുത്തു തന്നെ വേണം നമ്മൾ പെരുമാറാനായിട്ട്. പരിശുദ്ധ അമ്മയിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യകാരുണ്യം എന്ന പ്രസ്താവന പരിപൂർണമായും തെറ്റാണ്. കഞ്ചിക്കോടുള്ള റാണി ജോണിന്റെ 2001 പരിശുദ്ധ അമ്മ പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ വിമല ഹൃദയമാകുന്ന സക്രാരിയിലാണ് ദിവ്യനാഥൻ എപ്പോഴും എഴുന്നള്ളിയിരിക്കുന്നത്. അവിടെ നൽകിയിരിക്കുന്ന രൂപം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം സന്നിഹിതമായിരിക്കുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിനാണ്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, മക്കളെ, എൻ്റെ വിമല ഹൃദയത്തിനു ചുറ്റും നിങ്ങൾ ഒരുമിച്ച് കൂടുവിൻ. ഈശോ സദാ സന്നിഹിതമായിരിക്കുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിലാണ്. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യകാരുണ്യമല്ല, അമ്മയാകുന്ന വിമല ഹൃദയം ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സക്രാരിയാണ്. അവരിരുവരും മാംസരക്തങ്ങൾ പങ്കിടുന്നു എന്നത് ഈശോ ദൈവവും കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സ്വീകരിക്കുവാൻ. അമ്മ ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ്. ദിവ്യകാരുണ്യത്തിന്റെ അമ്മയ്ക്ക് തൻ്റെ മകനിലൂടെ എല്ലാം സാധ്യമാണ്. പുത്രനിലൂടെയാണ്, പുത്രന്റെ ശക്തിയിലൂടെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇതൊക്കെ സാധ്യമാകുന്നത്. പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് പരിശുദ്ധ അമ്മയെ ദൈവമാക്കുന്നത്. പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് പരിശുദ്ധ അമ്മയെ ദൈവമാക്കുന്നത്. നിങ്ങൾക്ക് ജോലി കൊടുക്കുന്നതിനും പല്ലുവേദന മാറ്റുന്നതിനും കാലുവേദന മാറ്റുന്നതിനും ഒക്കെയാണോ പരിശുദ്ധ അമ്മ കാൽവരി കയറിയത്? പരിശുദ്ധ അമ്മയുടെ ഹൃദയം നുറുങ്ങിയത് ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ പ്രത്യാശ വെച്ച് ഈ ലോക ജീവിതത്തിൽ ജഡികരായി ജീവിക്കുന്നതിന് വേണ്ടിയാണോ? ആത്മാവിന്റെ രോഗങ്ങൾ ഉണക്കുന്നവനാണ് ദൈവം. അതോടൊപ്പം ഭാഗ്യമായ സൗഖ്യങ്ങളും അവിടുന്ന് നൽകും. എന്നാൽ അതെല്ലാം മാതാവ് ചെയ്തു, മാതാവ് തന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്. മാതാവിലൂടെ ഈശോ അനുഗ്രഹിച്ചു എന്ന് വേണം നമ്മൾ കൃത്യമായി പറയാൻ. ഈ കാലഘട്ടത്തിൽ മരിയ ഭക്തി വഴിതെറ്റി പോകുന്നത് കൊണ്ടാണ് വ്യക്തമായി അമ്മ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 26 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. പ്രിയപ്പെട്ടവരെ,
അമ്മ നടന്ന് കയറിയത് കാൽവരിയാണ്. ഞാനാണ് വഴി, സത്യം, ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞ പുത്രന്റെ പിന്നാലെ കാൽവരി, അവന്റെ രക്തം വീണുകിടന്ന മണ്ണിലൂടെ അമ്മയുടെ പാദങ്ങൾ ചവിട്ടി നുറുങ്ങിയ ഹൃദയവുമായി അമ്മ കാൽവരി കയറി. കുരിശിലൂടെ മാത്രമാണ് മാനവരാശിക്ക് രക്ഷ. ലൗകികതയെ കുറിച്ച് സംസാരിക്കുകയും ലൗകിക സുസ്ഥിരതയ്ക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രഘോഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. അമ്മയും അമ്മയുടെ സഹോദരിയായ ക്ലപ്പസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും യോഹന്നാനും കുരിശിന്റെ ചുവട്ടിൽ നിന്നു. യോഹന്നാൻ തന്റെ യൗവനം കുരിശിന്റെ ചുവട്ടിലേക്ക് എറിഞ്ഞുകൊടുത്തു. പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും ജന്മം നൽകി. ഒരിക്കലും അമ്മ ഇത്ര വേദനിച്ചിരുന്നില്ല തൻ്റെ പുത്രന് ജന്മം നൽകിയപ്പോൾ. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവന് ജന്മം നൽകുമ്പോൾ സൗകര്യക്കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മാലാഖമാരുടെ ഗീതത്തിന് നടുവിൽ ആട്ടിടയന്മാരുടെ സന്ദർശനത്തിൽ അവിടെയുള്ള സ്വർഗീയമായ ഒരു അന്തരീക്ഷത്തിലാണ് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രന് ജന്മം നൽകുക. എന്നാൽ എനിക്കും നിനക്കും അമ്മ ജന്മം നൽകിയ സമയത്ത് കുരിശിൻ ചുവട്ടിൽ വെച്ച് അമ്മ ഇതുപോലെ തകർന്ന മറ്റൊരു നിമിഷമില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് മൂത്ത മകൻ ഇളയ മക്കൾക്ക് വേണ്ടി മരിച്ച കഥയാണ് കാൽവരിയിലെ കഥ. നമ്മുടെ ഓരോരുത്തരെയും ജീവന്, ആത്മാവിന് ദൈവമിട്ടത് അവന്റെ ചോരയുടെയും മാംസത്തിന്റെയും വിലയായതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ വിലപ്പെട്ടവരായി തീർന്നു നമ്മളുടെ ആത്മാക്കൾ, നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീർ കണങ്ങൾ ഒഴുകിയിറങ്ങുന്നത്. അമ്മ പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്കൊരുങ്ങണ്ടേ? യഥാർത്ഥ വഴിയിലൂടെ നമുക്ക് നടക്കണ്ടേ? കുരിശിനോടുള്ള വിമുഖത നമുക്ക് മാറ്റിയെടുക്കണ്ടേ? ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ അമ്മ. അതുപോലെ അമ്മ എത്തി നിന്നത് തൻ്റെ പുത്രന്റെ പൊതുജീവിതം ആരംഭിക്കുന്നതിന് മുൻപായി അവൻ അത്ഭുത പ്രവർത്തനത്തിലൂടെ അവൻ ദൈവപുത്രനാണെന്ന് ലോകസമക്ഷം വെളിപ്പെടുത്തേണ്ട സമയമായത് അമ്മ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച സമയത്താണ്. കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ മാധുര്യമേറുന്ന വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതം നടക്കുമ്പോൾ അമ്മ പറഞ്ഞത് എന്താണ്? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്നാണ്. അല്ലാതെ അവനോട് നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് പറയുവിനെന്നല്ല. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈശോ എന്താണ് ചെയ്തത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ. നമ്മുടെ സാമാന്യ ജീവിതത്തിൽ നമുക്ക് വരുന്ന രോഗങ്ങൾ ചിലപ്പോൾ ക്യാൻസർ ആകാം, മറ്റു തരത്തിലുള്ള ഗൗരവപരമായ രോഗങ്ങളാകാം, കടക്കെണികളാകാം, വേദനകളാകാം, ഒറ്റപ്പെടലുകളാകാം. ഒരു മാനുഷികമായ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യമായും നമ്മൾ സ്വർഗത്തോട് പ്രാർത്ഥിച്ചു പോകും, സ്വർഗമേ, കഴിയുമെങ്കിൽ ഇതെടുത്തു മാറ്റണമേ. എങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ രണ്ടാമത്തെ പ്രാർത്ഥന, ഒരു ക്രിസ്ത്യാനിയുടെ ആത്യന്തികമായ നിലപാടെന്ന് പറയുന്നത് എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങനെയാണ് കുരിശിന്റെ വഴിയിലേക്കുള്ള പാത തുറക്കപ്പെടുന്നത്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, സത്യം, ജീവൻ. അവൻ നമുക്ക് കാണിച്ചു തന്ന ഏക വഴി കുരിശിന്റെ വഴി മാത്രമാണ്. അപ്പോഴാണ് കരുണക്കടൽ മാനവരാശിയുടെ മേൽ ഒഴുകിയിറങ്ങുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർമ്മല മാതാവിലേക്ക് വരാം. കർമ്മല മാതാവ് കർമ്മല സഭയുടെ സ്വന്തമാണ്. കർമ്മല സഭ പാലസ്തീനയിലെ മധ്യധരണാടിക്ക് അടുത്തുള്ള ഒരു കടലിലേക്കുള്ള ഒരു മൊട്ടക്കുന്നാണ് ഈ കർമ്മൽ മല. നസ്രത്തിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെയുള്ള ഈ മലയുടെ മുകളിൽ കർമ്മലീത്തരുണ്ടാവുകയാണ്. അതിന്റെ പിന്നിലെ ചരിത്രം ഇങ്ങനെയാണ്. കാർമൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ പൂന്തോട്ടം എന്നാണ്. കാർമൽ മലയിലെ നിർമ്മല കുസുമമായി പരിശുദ്ധ അമ്മ ഇറങ്ങി വരികയാണ്. കാർമൽ മലയിൽ താമസിച്ചിരുന്നവർ
താപസമനുഷ്ഠിച്ചിരുന്ന സന്യാസികളായിരുന്നു. കാർമൽ മലയിലെ ചെറിയ ഗുഹകളിലുള്ള പൊത്തുകളിൽ അവർ താപസം അനുഷ്ഠിച്ച് സഭയ്ക്ക് മുഴുവനും ശക്തി പകരുന്ന ശക്തി സ്രോതസ്സുകളായി മാറിയവരായിരുന്നു കർമ്മലീത്തർ. അവരവിടെ ഏലിയായുടെ തീഷ്ണതയോടെ, പരിത്യാഗത്തോടെ, കാർമൽ മലയിൽ ഏലിയ വിജാതീയരുടെ മുൻപിൽ ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് സത്യദൈവത്തിന്റെ ശക്തി ഇറക്കിയ മല, തിരുസഭയ്ക്ക് വേണ്ടി ശക്തി ദുർഗങ്ങളായി, ശക്തി സ്രോതസ്സുകളായി നിലകൊണ്ടവരാണ് കർമ്മലീത്തർ. ഈ കർമ്മല സഭയിലെ സന്യാസിമാർ ഈ കർമ്മൽ മലയുടെ മുകളിൽ കയറി ഓരോ പൊത്തുകളിൽ നിന്ന് തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് അവർക്ക് പരിശുദ്ധ ദൈവമാതാവിനോട് അപരിമേയമായ സ്നേഹം തോന്നുകയും പരിശുദ്ധ അമ്മയ്ക്ക് അവിടെ ഒരു ചാപ്പൽ പണിയുകയും ചെയ്തു. അമ്മയ്ക്ക് അവിടെ അവരൊരു സ്ഥാനം കൊടുത്തു. അമ്മയെ അവരുടെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചു. അങ്ങനെയാണ് കർമ്മല മാതാവ് എന്നുള്ള ഒരു ഭക്തി സഭയിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, അവരുടെ രാജ്ഞിയും അവരുടെ മാതാവും അവരുടെ മാതൃകയും പരിശുദ്ധ അമ്മയായിരുന്നു. പൗരസ്ത്യ ദേശത്ത് നിന്നും യൂറോപ്പിലേക്ക് 1241 കുരിശ് യുദ്ധത്തിന്റെ സമയത്ത് കർമ്മലീത്തർ ചിതറിക്കപ്പെടുകയാണ്. യൂറോപ്പിന്റെ വിവിധ കോണുകളിലേക്ക് ഇവർ ഒരുമിച്ച് കൂടി ഒരു സഭയായി പ്രാർത്ഥിച്ചിരുന്നവർ ചിതറിക്കപ്പെടുകയാണ്. മുസ്ലിമുകളുടെ വലിയ പീഡനത്തിന്റെ നടുവിൽ കുരിശ് യുദ്ധത്തിൽ അവർക്കുണ്ടായിരുന്ന കാർമൽ മല അവർക്ക് നഷ്ടപ്പെടുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അവർ ചിതറിക്കപ്പെട്ടു. കർമ്മൽ സഭയുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടു. ഇനി കർമ്മല സഭയുടെ ഭാവി എന്താണ്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സൈമൺ സ്റ്റോക്കിനാണ് പരിശുദ്ധ കർമ്മല മാതാവ് പ്രത്യക്ഷയാവുക. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആ കാലഘട്ടത്തിൽ കർമ്മല സഭയുടെ അധികാരിയായിരുന്നു. അദ്ദേഹം അനേകം വർഷം ഈ കാർമൽ മലയിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് ഈ പീഡനകാലത്ത് പോവുകയും പരിശുദ്ധ ദൈവമാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 1251 ജൂലൈ മാസം 16-ാം തീയതി അർദ്ധരാത്രി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകാലിൽ വീണ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി സഭയുടെ ഭാവി എന്താണ്? ഇനി കർമ്മല സഭയുടെ ഭാവി എന്താണ്? ഞങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ചിതറിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കർമ്മല സഭയുടെ ഭാവി എന്താണ്? അങ്ങനെ ഇദ്ദേഹം വലിയ നെടുവീർപ്പുകളോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വാനദൂതരുടെ അകമ്പടിയോടെ തവിട്ട് വസ്ത്രങ്ങൾ ധരിച്ച് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷയാവുകയാണ്. ഇടത്ത് കൈയിൽ ഉണ്ണിയും വലത്ത് കൈയിൽ ഉത്തരീയവുമായി കർമ്മല മാതാവ് സൈമൺ സ്റ്റോക്കിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് അമ്മ പറഞ്ഞു, എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായി ഈ കർമ്മലോത്തരീയം ധരിക്കുക, ഈ വെന്തിങ്ങം നീ ധരിക്കുക. പ്രിയപ്പെട്ടവരെ, തവിട്ട് നിറത്തിൽ വൂളൻ ക്ലോത്തിൽ, കമ്പിളി തുണിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് പരിശുദ്ധ അമ്മയുടെ കർമ്മലോത്തരീയം. ഇത് മറ്റൊരു മെറ്റീരിയലിലും ഉണ്ടാക്കുന്നത് സാധുതമായ കാര്യമല്ല. അതല്ല അതിൻ്റെ ശരിയായ രീതി. കാരണം പരിശുദ്ധ അമ്മ നൽകിയത് അമ്മയുടെ മേലങ്കിയുടെ കീറായിരുന്നു. നീ ഇത് പൊതിയുമ്പോഴും ധരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെയും ഞാൻ നിന്നെ പൊതിയുമെന്നായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ വസ്ത്രമായതുകൊണ്ടല്ല, ഈശോ അതിൽ സന്നിഹിതനായതുകൊണ്ട് അവൻ്റെ രക്ഷയുടെ അച്ചാരമായി അത് ധരിക്കുന്നവന് അത് മാറുമെന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. അമ്മ ഇങ്ങനെയാണ് പറയുക, എൻ്റെ പ്രിയ മകനെ, നിന്റെ സഭയുടെ ഉത്തരീയം നീ സ്വീകരിക്കുക. ഞാൻ നിന്നെയും കർമ്മലീത്ത സഭയുമായി നടത്തുന്ന ആനുകൂല്യങ്ങളുടെ അടയാളമാണ് ഈ ഉത്തരീയം. നീ ഈ തിരുവസ്ത്രം ധരിച്ച് മരിക്കുന്ന ഒരുവനും നിത്യനരകാഗ്നിയിലേക്ക് നിപതിക്കുകയില്ല. 22-ാം യോഹന്നാൻ പാപ്പ അദ്ദേഹത്തിൻ്റെ പേപ്പൽ പ്രബോധന രേഖയിൽ 1322 ഒരു പഠനം തിരുസഭയിൽ
ഔദ്യോഗികമായി അറിയിച്ചു. സബാട്യൻ പ്രിവിലേജ്, സബാട്യൻ ആനുകൂല്യം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക കാര്യമാണത്. നമ്മൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകപ്പെടുമ്പോൾ ആദ്യ ശനിയാഴ്ച പരിശുദ്ധ അമ്മ ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ കർമ്മല സഭയിൽ അംഗമാവുകയും കർമ്മലോത്തിരിയം ധരിക്കുകയും അതിന് വേണ്ട വിശുദ്ധി പാലിക്കുകയും ചെയ്യുമ്പോൾ 12-ാം പിയൂസ് പാപ്പ അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക തിരുവെഴുത്തിലൂടെ ഈ കർമ്മലോത്തിരിയവും കർമ്മല സഭയും അതിലൂടെയുള്ള വിശുദ്ധ ജീവിതവും ഒക്കെ സഭയുടെ ഔദ്യോഗികമായ കാര്യങ്ങളായി കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഇപ്രകാരമാണ് 12-ാം പിയൂസ് പാപ്പ ഈ കർമ്മലോത്തിരിയത്തെ കുറിച്ച് പറയുക: നാം ചെറിയ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, നിത്യജീവൻ സ്വന്തമാക്കുന്നതിനെ പറ്റി തന്നെ. നമുക്ക് പാരമ്പര്യമായി ലഭിച്ച പരിശുദ്ധ മാതാവിൻ്റെ വാഗ്ദാനമാണ് ആത്മീയ ജീവിതത്തിൽ നാം ഉത്തരീയം കൊണ്ട് മാത്രം നിത്യത പ്രാപിക്കുമെന്ന് കരുതേണ്ട. നമ്മൾ ഈ ഉത്തരീയം ധരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ആത്മീയ ജീവിതത്തിൽ നിത്യത പ്രാപിക്കുമെന്ന് കരുതേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർപ്പാപ്പ പറയുന്നു, ഇത് നമ്മുടെ നിത്യജീവിതത്തെ സംബന്ധിച്ച പ്രധാന കാര്യമാണ്. നമ്മൾ ധരിക്കുന്ന ഉത്തരീയമെങ്കിലും നമ്മളത് ധരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ നിത്യത പ്രാപിക്കുമെന്ന് കരുതേണ്ട. അതിന് ചില നിബന്ധനകൾ കൂടിയുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോരുത്തരുടെയും വിളിക്കനുസരിച്ചുള്ള വിശുദ്ധി. കുടുംബജീവിതക്കാരുടെ ജീവിതത്തിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധി. സ്വർഗം ആഗ്രഹിക്കുന്ന തരത്തിൽ ഓരോ സമർപ്പിത ജീവിതങ്ങളുടെയും ഏകസ്ഥ ജീവിതങ്ങളുടെയും സന്യസ്ത ജീവിതങ്ങളുടെയും ഇടവക വൈദികരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ശുശ്രൂഷകരുടെയും ജീവിതാന്തസ്സിനനുസരിച്ച് അവർ പുലർത്തേണ്ട ജീവിത വിശുദ്ധി, കൂടെയുള്ള കൂദാശകളുടെ യോഗ്യതയോടെയുള്ള സ്വീകരണവും പരിശുദ്ധ കുംഭസാരം ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ അമ്മ പ്രത്യേകമായി പറയുന്ന കാര്യം, ശനിയാഴ്ച ദിവസം എൻ്റെ ദിവസമാണ്, അന്ന് നിങ്ങൾ കുംഭസാരിക്കുന്നത് ഉചിതമാണ്. വെള്ളിയാഴ്ച നിങ്ങൾ അനുതാപത്തിനായി ഉപയോഗിക്കണം. നിങ്ങളുടെ പാപങ്ങളൊക്കെ കഴിവതും നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കണം. വലിയ അനുതാപത്തോടെ, ഫരിസേയനെ പോലെയല്ല, ചുങ്കക്കാരനെ പോലെ എളിമയുടെ ശരീരഭാഷയുമായി നിങ്ങൾ കുംഭസാരക്കൂട്ടിലേക്ക് പോകണം. കുംഭസാരക്കൂട്ടിലിരിക്കുന്നത് ഈശോ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിന്റെ പാണ്ടക്കെട്ടുമായി, മഴ നനഞ്ഞ, ചെളി നിറഞ്ഞ, അഴുക്ക് നിറഞ്ഞ ഒരു പാണ്ടക്കെട്ടുമായി നിങ്ങൾ കുംഭസാരക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ വലത്ത് കരത്തിൽ തൊട്ടുകൊണ്ട് നിൽക്കും. നിങ്ങൾ അഴിച്ചു വെച്ച പാണ്ടക്കെട്ടിൽ നിന്ന് ഓരോ പാപങ്ങളും തൻ്റെ പ്രിയസുതന്റെ കരികളിലേക്ക് എടുത്തു കൊടുക്കും. ആ സുതന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ മുൾമുടിയുടെ ഓരോ മുള്ളുകളും നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്ന സമയത്ത് വലിച്ചൂരപ്പെടും. നിങ്ങൾ കുംഭസാരക്കൂട്ടിലിരിക്കുന്നത് ഈശോ തന്നെയാണെന്ന് മനസ്സിലാക്കി, പിതാവേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് ഏറ്റുപറയണം. കുംഭസാരക്കൂട്ടിലേക്ക് എളിമയോടുകൂടി നിങ്ങൾ ഉപദേശം ലഭിക്കുന്നതിനായി ചെവി ചായ്ച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ലഭിച്ചത് ഏത് തരത്തിലുള്ള പ്രായശ്ചിത്തമാണെന്നിരിക്കലും നിങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് കുമ്പിട്ട് വണങ്ങണം. അത് സാധ്യമല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഉണ്ണിയെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതെങ്കിലും രൂപത്തിന്റെ മുമ്പിൽ വരണം. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരുപക്ഷെ ഒരു വിശ്വാസ പ്രമാണമോ ഏതെങ്കിലും ബൈബിൾ ഭാഗമോ ആയിരിക്കാം. അത് കൂടാതെ നിങ്ങൾ ഒരു സ്വർഗസ്വനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയവും ത്രിത്വസ്തുതിയും കാഴ്ചവെക്കണം. നിർമ്മല ഹൃദയമുള്ള യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടണം. നിങ്ങളുടെ കാവൽ ദൂതന്റെ മാധ്യസ്ഥം തേടണം. നിങ്ങൾക്ക് പേരിന് കാരണക്കാരനായ നിങ്ങളുടെ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും മാധ്യസ്ഥം നിങ്ങൾ തേടണം. നിങ്ങൾ വളരെ എളിമയോടുകൂടി വേണം നിങ്ങളുടെ ശരീരഭാഷ ഉണ്ടാകുവാൻ. ഫരിസേയനെ പോലെ കടന്നു വരുന്നവന്റെ ഉള്ളിലേക്ക് സത്യമായും ആ കൂദാശയുടെ യോഗ്യത സ്വീകരിക്കപ്പെടുകയില്ല.
കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത് ഈശോ തന്നെയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കർമ്മലുത്തിരിയം ധരിക്കുമ്പോൾ നമ്മൾ നടത്തേണ്ട പൂർണ്ണ അനുതാപത്തിന്റെ കുമ്പസാരം അത് മാസത്തിൽ ഒരിക്കൽ തന്നെ പോരാ. സാധിക്കുമെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ കുമ്പസാരിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പുണ്യാളം പറയുന്നത് പോലെ നമ്മൾ അനുതാപത്തിന്റെ അഗ്നി കത്തിച്ചു വേണം കുമ്പസാരിക്കാൻ. എങ്കിലും നിങ്ങൾക്ക് പൂർണ്ണ അനുതാപം ഇല്ലെങ്കിൽ കൂടെയും നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ പോയി കുമ്പിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന സമയത്ത് ആ കൂദാശയുടെ വലിയൊരു കൃപ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സഹായമായി ലഭിക്കും. മറ്റൊന്ന്, ഈ കർമ്മലൂത്തിരിയത്തോട് ചേർക്കപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ തങ്കപ്പരിമളമാല നമ്മൾ കയ്യിലെടുത്ത് മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പാടുപീഡകളെ ധ്യാനിച്ച് പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയത്തിലൂടെ നമ്മൾ കർത്താവിനെ കാണണം, ഈശോയെ ആശ്വസിപ്പിക്കണം. ജപമാല പ്രാർത്ഥന ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അനവധി അത്ഭുതങ്ങൾ ഈ കർമ്മലൂത്തിരിയത്തിലൂടെ നടന്നതായി സഭയിൽ പറയപ്പെടുകയും അടയാളപ്പെടുത്തുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കടലിനെ പോലും ശാന്തമാക്കുന്ന അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അനേകരുടെ മാനസാന്തരത്തിന് ഈ കർമ്മലൂത്തിരിയം, ഒരിക്കലും കുമ്പസാരിക്കാൻ തയ്യാറല്ലാത്ത ഒരു പ്രഭുവിനെ ഈ കർമ്മലൂത്തിരിയം ധരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു അനുതാപത്തിൻ്റെ അഗ്നി കത്തുകയും അദ്ദേഹം ഒരു നല്ല കുമ്പസാരം നടത്തുകയും ആത്മരക്ഷ പ്രാപിക്കുകയും ചെയ്തത് സഭയുടെ ചരിത്രത്തിലുണ്ട്. അതുപോലെ കർമ്മലൂത്തിരിയത്തിലൂടെ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും സഭ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഉത്തരീയത്തിന്റെ ഈ വെന്തിങ്ങം ധരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മരക്ഷയാണ്. 12-ാം പിയൂസ് പാപ്പ പറഞ്ഞതുപോലെ ഇത് നമ്മളുടെ നിത്യജീവനെ സംബന്ധിച്ച കാര്യമാണ്. നമുക്ക് വേണ്ടത് ആന്തരിക മനപരിവർത്തനമാണ്. നമുക്ക് വേണ്ടത് ഈ ലോക ജീവിതം സുസ്ഥിരമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും തട്ടുപൊളിപ്പൻ പരിപാടികളല്ല. ജൂലൈ മാസം 16-ാം തീയതി 1858-ാം ആണ്ടിൽ ലൂർദിൽ അവസാനത്തെ അപ്പാരിഷൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് കർമ്മല മാതാവിന്റെ രൂപത്തിലാണ് ബർണദത്തിന്. കാരണം തിരുസഭയിൽ കർമ്മല ഭക്തി, ത്യാഗപരിത്യാഗ ജീവിതം, സഭയുടെ കൂദാശകളുടെ യോഗ്യതകളുടെ സ്വീകരണം, യഥാർത്ഥ മരിയ ഭക്തി, ഇതെല്ലാം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരായി തീരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പരിശുദ്ധ അമ്മയുടെ അവസാന വരവെന്ന് പറയുക ദൈവകരുണയുടെ മാതാവായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വിധിയാളനായി വരുന്നതിന് മുൻപ് അവിടുന്ന് കരുണയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതും ദൈവ കരുണയാണ്. നമ്മൾ വിശുദ്ധ സ്ഥലത്തെ അശുദ്ധ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ വിശുദ്ധ ഇടങ്ങളിലെ ഭിന്നിപ്പിന്റെ അവസ്ഥകൾ കണ്ടു കഴിഞ്ഞു. തിന്മയുടെ കൂടാരങ്ങൾ വിശുദ്ധ ഇടങ്ങളിൽ നമ്മൾ ദർശിച്ചു കഴിഞ്ഞു. വഴിതെറ്റിയ പ്രബോധനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭൗതികത മാത്രം പ്രഘോഷിക്കുന്ന വചന കൂടാരങ്ങൾ നമ്മുടെ ഇടങ്ങളിൽ താവളമടിച്ചു കഴിഞ്ഞു. അനേകർ ഇത്തരത്തിലുള്ള അബദ്ധ പ്രബോധനങ്ങൾ, കുരിശുപേക്ഷിച്ചുകൊണ്ടുള്ള വിശ്വാസ ജീവിതങ്ങൾ, തെറ്റായ രീതിയിൽ വഴിതെറ്റിപ്പോകുന്ന ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മൾ നിരന്തരം ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുവിൻ, അവൻ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. വലിയ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് കേരള സഭ വീണുകിടന്ന് പ്രാർത്ഥിക്കേണ്ട ഈ ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ പോവുക. ആത്മാക്കൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വെറുതെ കർമ്മലോത്തിരിയം ധരിച്ചത് കൊണ്ടോ, നമ്മളത് കുറെ പേരെടുത്ത് പ്രചരിപ്പിച്ചത് കൊണ്ടോ, അതിട്ട് നടന്നത് കൊണ്ടോ ആയില്ല എന്ന് പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായി വിശുദ്ധ സൈമൺ സ്റ്റോക്കിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. കൃപ സ്വീകരിക്കുന്നതിന് നമ്മൾക്ക് യോഗ്യത വേണ്ടേ? ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ ഇതേ ചാനലിലൂടെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ ഏറെ സ്പർശിച്ച കാര്യം, കേരളത്തിന്റെ മണ്ണിൽ എത്രയോ പരിശുദ്ധ ബലികൾ അർപ്പിച്ചിട്ടും അതിന്റെ യോഗ്യത സ്വീകരിക്കപ്പെടുന്നില്ല.
നമ്മളിലേക്ക് ദൈവത്തിന്റെ കരുണ കടന്നു വരുന്നതിനുള്ള വാതിലുകൾ അടച്ചു വെക്കുന്ന തരത്തിൽ അഹന്തയുടെയും അനുതാപമില്ലാത്തതിന്റെയും കുരിശൊഴിവാക്കിയുള്ള ക്രിസ്തീയതയുടെയും ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള കള്ളത്തരം നിറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിന്റെയും പുറംപൂശിന്റെയും ബാഹ്യഭക്തിയുടെയും നമുക്ക് വലിയ ആളുകളായി ചമഞ്ഞു നടക്കാനുള്ള ഒരു ജീവിതക്രമത്തിന്റെയും ഭാഗമായില്ലേ നമുക്ക് സഭാജീവിതം, വിശ്വാസ ജീവിതം, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറെ അനുതാപത്തിന്റെ മനസ്സോടുകൂടി വിധിയാളനായി കർത്താവ് വരുന്നതിന് മുമ്പ് അവിടുത്തേക്ക് കരുണയുടെ മുഖമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ പുത്രന്റെ കുത്തി തുറക്കപ്പെട്ട വിരിമാറിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തങ്കച്ചോരയാൽ നമ്മളെ ഓരോരുത്തരെയും കുളിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിന്റെ നീല മേലങ്കിയാൽ പുതപ്പിച്ച് നമ്മളെ അവിടുത്തെ പുത്രന്റെ നീതീകരണത്തിന് യോഗ്യരാക്കും. ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ വന്നു നിന്ന് പ്രാർത്ഥിച്ചു മടങ്ങുമ്പോൾ ഈശോ പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചുങ്കക്കാരൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്താണ് നീതീകരണം? ജസ്റ്റിഫിക്കേഷൻ. കർത്താവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യത സ്വീകരിക്കുന്നതിന് ക്രമാനുഗതമായ ഒരു ജീവിതമാണ് നീതീകരണം. നമ്മൾ നീതീകരിക്കപ്പെട്ടവരാകേണ്ടേ അവിടുത്തെ സ്നേഹം ആർജിച്ചെടുക്കലാണ് നീതീകരണം. വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ഫുസ്കോ പറയുന്നത് പോലെ അവന്റെ തങ്കവിരിമാറിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഓരോ ചുടുതുള്ളി രക്തത്തിലും അവന്റെ സ്നേഹത്തിന്റെ പ്രകീർണമാണ്, സ്നേഹത്തിന്റെ പ്രകടനമാണ്. അവിടുത്തെ കരുണയുടെ നീർച്ചാലാണ്, അവിടുത്തെ കരുണയുടെ ഉറവയാണ്. അത് നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ അവന്റെ തങ്കച്ചോരയിൽ നമുക്ക് കുളിച്ച് നമ്മുടെ പൊടിപടലങ്ങളും നമ്മുടെ അശുദ്ധികളും കഴിഞ്ഞകാല ജീവിതത്തിലെ നമ്മുടെ പാപത്തിന്റെ മുറിവുകൾ തീർത്ത വ്രണങ്ങൾക്കും സൗഖ്യത്തിന്റെ ലേപനം പുരട്ടി ഒരു പുതുജീവിതം നമുക്ക് വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്ക് ഇനി സുവിശേഷം കേൾക്കേണ്ട സമയമല്ല, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച സുവിശേഷം ജീവിക്കേണ്ട സമയമാണ്. അത് കുരിശിന്റെ സുവിശേഷമാണ്. ത്യാഗത്തോടും കുരിശിനോടും വലിയ വിമുഖത കാണിക്കുന്ന ഈ തലമുറയോർത്ത് കർത്താവേ ഞങ്ങൾ അനുതപിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവകരുണയുടെ അമ്മേ, ഞങ്ങളിലേക്ക് ദൈവസ്നേഹവും ദൈവകരുണയും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കായി ഒഴുക്കുന്ന കർമ്മല മാതാവേ, ഞങ്ങളുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനായി, ഞങ്ങളൊരു കൃപയുടെ ജീവിതം നയിക്കുന്നതിനായി ഈ കാലഘട്ടത്തിൽ ഈ നീതിവിധിയാളനായി ഈശോ വരുന്നതിന് മുൻപ് കരുണയുടെ മാതാവായി ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, നിർമ്മല ഹൃദയത്തിന്റെ അമ്മേ, നിന്റെ പുത്രനെ ഞങ്ങളിപ്പോൾ ആരാധിക്കാൻ പോകുന്ന ഈ സമയത്ത് ഞങ്ങളുടെ അപൂർണങ്ങളായി ആരാധനയോട് ചേർന്ന് അമ്മയും വരണമേ. മിക്കായേൽ, ഗബ്രിയേൽ, റഫായേൽ ദൂതന്മാരെ, ഞങ്ങളുടെ തിരുസഭയുടെ കാവൽക്കാരനായ യോസേപ്പ് പിതാവേ, പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ഗണങ്ങളെ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ മരിച്ച വിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും വരണമേ. ഇത് ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക്, ഇത് ഞങ്ങളുടെ നിത്യജീവന്, ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്, ഞങ്ങളുടെ വരും തലമുറയ്ക്ക് വിശ്വാസത്തിന്റെ ദീപം കൈമാറി കൊടുക്കുന്നതിനായി കരുന്തിരി കത്തുന്ന ഞങ്ങളുടെ വിശ്വാസ വിളക്കുകൾ വീണ്ടും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിളക്കുകൾ നിറഞ്ഞു കത്തുന്നതിനായി സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ അപൂർണങ്ങളായ ആരാധനകളിൽ നിങ്ങൾ സന്നിഹിതരായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് മുട്ടുമേൽ നിന്ന് ഈശോയുടെ ശക്തമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ സകലത്തിന്റെ രാജാവായ നമ്മുടെ നാഥന്റെ സാന്നിധ്യം നമുക്ക് ഏറ്റുവാങ്ങി ആരാധിച്ച് മുട്ടുമേൽ വീണ് കമിഴ്ന്നു കിടന്ന് കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാം.
മാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി വേഗമൊരുക്കണമേ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാങ്ങി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊത്തായി നാഥൻ നടയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാങ്ങി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ നടയുന്നു. ആനന്ദമേ ഓരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ എന്തൊരാഹ്ലാദമേ. അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ആനന്ദമേ എന്തൊരാനന്ദമേ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ എന്തൊരാഹ്ലാദമേ. അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ എന്തൊരാനന്ദമേ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ എന്തൊരാഹ്ലാദമേ. അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ആനന്ദമേ എന്തൊരാനന്ദമേ. മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ സ്വർഗത്തിന്റെ വലിയ പദ്ധതി ഓർത്ത് നന്ദി പറയുന്ന ദൈവമേ, അങ്ങയുടെ കരുണയ്ക്കർഹമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, അങ്ങ് ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന വലിയ ദൈവകരുണ സ്വീകരിക്കുന്നതിനായി, ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കായി ദൈവമേ, അങ്ങയുടെ സ്നേഹം പരിശുദ്ധ അമ്മയുടെ മേലങ്കിയിലൂടെ ഞങ്ങളെ പൊതിയുന്ന ഈ സമയത്ത് ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കുന്നു. ഈശോ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയുടെ തങ്ക വിരിമാറിൽ നിന്ന് കരുണയുടെ രക്തവും ജലവും അനേകരിലേക്ക് വ്യാപരിക്കുന്ന സമയം, കുടുംബങ്ങളുടെ കെട്ടുകൾ തകരുന്ന സമയം, തിരുസഭയുടെ മേൽ തിന്മയടിച്ചിരിക്കുന്ന കൂടാരങ്ങൾ ഇപ്പോൾ ചിതറിക്കപ്പെടുന്ന സമയം, തിരുസഭ വിജയം, കർത്താവിന്റെ വിജയക്കൊടി തിരുസഭയുടെ നടുവിൽ ഇതാ ഇപ്പോൾ പാറിക്കളിക്കുന്ന സമയം, കുഞ്ഞാടിന്റെ വിജയം, കുഞ്ഞാടിന്റെ തങ്കച്ചോരയാൽ ഇപ്പോൾ തിരുസഭയുടെ വലിയ സംരക്ഷണമായി അവിടുത്തെ തിരുരക്ത കോട്ടയ്ക്കുള്ളിലേക്ക് നമുക്ക് കടന്നു നിൽക്കാം. ആനന്ദമേ ഈശോ എന്തൊരാനന്ദമേ. ഈശോയേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ എന്തൊരാഹ്ലാദമേ. അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ആമേൻ ആമേൻ. കുരിശൊന്നും വേണ്ട, കുരിശൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഈ കാലഘട്ടങ്ങളിൽ നമ്മളേറെ വഴിപിഴച്ചു പോയില്ലേ പ്രിയപ്പെട്ടവരെ? 1 കൊരിന്തോസ് 2:1 പൗലോസ്ലീഹ നമ്മളോട് പറയുന്നില്ലേ, സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കലായിരിക്കുമ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നതിന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. Praise the Lord. വിശുദ്ധ പൗലോസ്ലീഹയെ നമുക്ക് ഓർക്കാം.
യേശുക്രിസ്തു കുരിശിൽ സഹിച്ചതിൽ പോരായ്കയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് തിരുസഭയുടെ മുൻപിൽ ഇങ്ങനെ തിരുസഭയുടെ വിശ്വാസ ശക്തിയുടെ പ്രതീകമായി, വാളിൻ്റെ പ്രതീകമായി നിൽക്കുന്ന പൗലോസ്ലിഹായെ നമുക്ക് വിശ്വാസ കണ്ണാൽ കാണാം. പൗലോസ്ലിഹായുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ കുരിശ് ഏറ്റെടുക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്ന കർത്താവേ, കാൽവരി അല്ല ഞങ്ങൾ കയറുന്നത്. ഞങ്ങളുടെ രക്ഷയുടെ കേന്ദ്രമായ കാൽവരിയുടെ വഴിയിലൂടെ അല്ല ഞങ്ങൾ നടക്കുന്നത്. എവിടെയോ വെച്ച് ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയിരിക്കുന്നു. ദൈവമേ, ഈ കാലഘട്ടത്തിന് യഥാർത്ഥ ബോധ്യങ്ങൾ നൽകുന്ന പ്രബോധനങ്ങൾ സ്വീകരിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, യേശുവാണ് പിതാവിലേക്കുള്ള വഴിയെന്ന്. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഈശോ കയറിയ വഴി കാൽവരി വഴിയാണ്. അവൻ പിതാവിനെ സ്നേഹിച്ച വഴി കുരിശിന്റെ വഴിയാണ്. പരിശുദ്ധ അമ്മ രക്ഷാകര പദ്ധതിയിൽ സഹരക്ഷകയെ പോലെ സ്വർഗത്തോട് ചേർന്ന് നിന്ന വഴി കുരിശിന്റെ വഴിയാണ്. അമ്മയെ പോലെ മാനവരാശിയിൽ കുരിശിന്റെ യോഗ്യത സ്വീകരിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത മറ്റൊരു സൃഷ്ടിയില്ല. She is the prototype of the church. തിരുസഭയുടെ രക്ഷിക്കപ്പെട്ട സഭയുടെ പ്രതീകമാണ് പരിശുദ്ധ അമ്മ. അമ്മേ മാതാവേ, അമ്മയെ പോലെ ഈശോയെ ആരാധിക്കാൻ, അമ്മയെ പോലെ ഈശോയെ പിൻപറ്റാൻ, അമ്മയെ പോലെ കുരിശിനെ സ്നേഹിക്കാൻ, അമ്മയെ പോലെ വ്യാകുലങ്ങൾ ഏറ്റുവാങ്ങാൻ, അമ്മയെ പോലെ ദാസ്യപ്പെടുവാൻ, അമ്മയെ പോലെ മുട്ടുമടക്കുവാൻ, അമ്മയെ പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, അമ്മയെ പോലെ കൃപകൾ ഏറ്റുവാങ്ങുവാൻ. അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 38-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് തുണർന്നിരിക്കുക. അവൻ അല്പദൂരം മാറി ചെന്ന് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ പൊന്നു പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അവൻ്റെ മനുഷ്യത്വത്തിൽ അത് പ്രയാസകരമായിരുന്നു. കുരിശെടുക്കുകയും മനുഷ്യനെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ നിന്ദിതനാവുകയും നഗ്നനാക്കപ്പെടുകയും മനുഷ്യരുടെ തുപ്പലുകളും ചവിട്ടുകളും ഏറ്റുവാങ്ങുകയും നിന്ന വാക്കുകൾ ഏറ്റുവാങ്ങുകയും പൂഴിയിലൂടെ വലിച്ചിഴക്കപ്പെടുകയും ഒരു മനുഷ്യന് ലഭിക്കാവുന്ന എല്ലാ തരത്തിലുള്ള പരിഗണനകളും അവഗണിക്കപ്പെടുകയും പുലിമാന്തിയതുപോലെ ഉഴവ് ചാലുകൾ തീർക്കപ്പെടുകയും ഈ മാനവരാശിയിൽ ഏറ്റവും നിന്ദിക്കപ്പെട്ടതും പരിത്യക്തപ്പെട്ടതും ഇവൻ ആരുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലും കുരിശേറുകയും ചെയ്യുക എന്നത് അവൻ്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരകാര കാര്യമായതുകൊണ്ട് പിതാവിനോട് അവൻ സങ്കടം പറഞ്ഞു. എങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ടു, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, മക്കളുടെ കാര്യമുണ്ട്, കുടുംബത്തിൻ്റെ കാര്യമുണ്ട്, പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന ബാധ്യതകളുണ്ട്. ഞങ്ങൾ എത്രയോ സന്തോഷത്തോടുകൂടി പോകുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ രോഗവിവരം വരിക. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല മറ്റുള്ളവർ പെരുമാറിയത്. ജോലിക്കയറ്റമൊക്കെ പ്രതീക്ഷിച്ചതാണ്, ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുകയാണ്, കൂടെയുള്ളവരൊക്കെ കയറിപ്പോയി. സങ്കടങ്ങളുണ്ട്, ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് പോകുന്നത്. വാതിലുകളൊന്നും തുറക്കപ്പെടാത്ത അവസ്ഥയുണ്ട്. ഞങ്ങൾ മനുഷ്യരെന്നുള്ളതിൽ ഞങ്ങൾക്കിത് പ്രയാസകരമാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, ദൈവം സകലത്തിൻ്റെ സൃഷ്ടാവാണ്.
അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. രോഗികൾക്ക് സൗഖ്യം നൽകിയവനാണ്. മുടന്തന്റെ മുടന്ത് മാറ്റുകയും കേൾക്കാൻ വയ്യാത്തവന് കേൾവി നൽകുകയും രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവം നിലപ്പിക്കുകയും വിശന്നവന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും സങ്കടപ്പെട്ടവന്റെ കൂടെ കരയുക പോലും ചെയ്തവനാണ് നമ്മുടെ ദൈവം. നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. എങ്കിലും നമ്മൾ പരിശ്രമിക്കേണ്ടത് ഈ ലോക ജീവിതത്തിലെ അപ്പത്തിന് വേണ്ടിയല്ല, നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടിയാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കുറച്ച് സമയം എൻ്റെ കൂടെ ഉണർന്നിരുന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈശോ പറയുന്നു. നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമാകാൻ ഈശോ പറയുന്നു. എൻ്റെ ഹൃദയത്തിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കാൻ ഈശോ പറയുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ നിന്നാപമാനങ്ങൾ ഏൽക്കുന്നു എന്ന് ഈശോ പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും എന്നെ കൽത്തുറങ്കിൽ അടയ്ക്കുന്നു എന്ന് ഈശോ പറയുന്നു. നിങ്ങൾ എന്നെ കെട്ടിയിട്ട് അടിക്കുന്നു എന്ന് ഈശോ പറയുന്നു. എന്നെ തുപ്പുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായെന്ന് ഈശോ പറയുന്നു. കുമ്പസാര കൂട്ടിലേക്ക് വേണ്ടത്ര അനുതാപമില്ലാതെ ഒരു ചടങ്ങ് പോലെ കടന്നു വരുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ തുപ്പുകയാണ്. യോഗ്യതയില്ലാതെ പരിശുദ്ധ കുർബാന നിങ്ങൾ കരങ്ങളിൽ ഏൽക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ഈശോയെ നിങ്ങൾ മെതിക്കുകയാണ്. വ്യാകുലപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നേരെ ചില പടയാളികൾ ആക്രോശിച്ചുവെന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെട്ട് തന്നിട്ടുണ്ട് ഈശോ. ആൻ കാതറിൻ എമിറിച്ചിലൂടെ ഇതാ കള്ളന്റെ അമ്മ, ഇതാ കള്ളന്റെ അമ്മ എന്നും പറഞ്ഞ് ചുറ്റും നിന്നവരെ അമ്മയെ അപമാനിച്ചു. അതുപോലെയാണ് അനുതാപമില്ലാതെ കുമ്പസാരക്കുട്ടി നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്കിതൊന്നും വിലയായിട്ട് തോന്നുന്നില്ല. അവന്റെ പാടുപീടകൾ നമുക്കൊന്നുമായിട്ട് തോന്നുന്നില്ല. മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു, എന്നെ ആശ്വസിപ്പിക്കുക. കുറച്ച് സമയം എൻ്റെ കൂടെ ഇരുന്ന് തിരുമണിക്കൂർ ആരാധന നടത്തി എൻ്റെ പരിശുദ്ധ ഹൃദയത്തിന്റെ വേദന നിങ്ങൾ കാണ്. നമുക്ക് യോഹന്നാനെ പോലെ അവന്റെ വക്ഷത്തിൽ ചേർന്ന് നിൽക്കാം. കുരിശിൻ ചുവട്ടിലേക്ക് യൗവനം എറിഞ്ഞു കൊടുത്ത യോഹന്നാനെ പോലെ ഈശോയെ നിനക്ക് വേണ്ടി നിൽക്കാൻ, കുരിശോളം നിന്നെ പിൻപറ്റാൻ. ക്ലേശം വന്നാലും ദുരിതം വന്നാലും പട്ടിണി വന്നാലും നഗ്നത വന്നാലും ആപത്ത് വന്നാലും ഈശോയെ നിന്റെ തങ്കമാർവിനോട് ചേർന്നിരിക്കാൻ, നിന്റെ തങ്കച്ചോരയിൽ കുളിച്ചു കയറുവാൻ, ഞങ്ങളുടെ ആത്മാവിൽ പരന്നിരിക്കുന്ന പാപത്തിന്റെ കറകൾ കഴുകിക്കളയുവാൻ, പരിശുദ്ധ കൂദാശകളുടെ യോഗ്യതയാൽ വെണ്മ പ്രാപിക്കുവാൻ, സ്വർഗത്തിനിണങ്ങുന്ന തരത്തിൽ ചുവടുകൾ വയ്ക്കുവാൻ, ഈ അന്ത്യകാല പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗത്തിന് വേണ്ടി നിൽക്കുവാൻ, അന്ത്യകാല പ്രവാചികയായ പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്ത സ്വർഗീയ രഹസ്യങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലൊക്കെ വൈഡൂര്യമണികൾ പോലെ രക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളാൽ തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. വഴികളിലെല്ലാം തുള്ളികൾ കിടന്നിരുന്നു. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി പാഞ്ഞുപോയൊരു പോക്കുണ്ട്. തന്റെ പുത്രനെ ബലപ്പെടുത്തുന്നതിനായി അമ്മ നടന്നൊരു നടപ്പുണ്ട്. കാൽവരി മല തേടി വഴികളിലെല്ലാം വൈഡൂര്യമണികളാൽ ചോരയുടെ മണമടിക്കുന്ന തുള്ളികൾ കിടന്നിരുന്നു. പ്രിയ മാതാവിന്റെ നാസാരന്ധ്രങ്ങളിലൂടെ കടന്നു പോകുന്ന നോർത്തയിലെല്ലാം വൈഡൂര്യമണികളാൽ തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം
സ്നേഹമാണ്, അവിടുന്ന് കരുണയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരാണ് എന്നുള്ള തോന്നൽ തെറ്റിദ്ധാരണയാണ്. ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ വലിയ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ അരികിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് നമ്മുടെ യോഗ്യതയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എളിമപ്പെട്ട് അനേകരുടെ സഹായം തേടേണ്ടതുണ്ട്. നമ്മൾ കഴുകി കുളിച്ച് വൃത്തിയാകേണ്ടതുണ്ട്. കുമ്പസാരിച്ച് കഴിഞ്ഞാലും നമ്മളിൽ ഒരുപക്ഷെ പാപത്തിന്റെ ആസക്തിയുടെ കെട്ടുകൾ മാറിപ്പോകണമെന്നില്ല. നമ്മൾ എളിമപ്പെട്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും കൈ പിടിച്ച് വേണം ഈശോയുടെ മുമ്പിലേക്ക് വരാൻ. അവിടുത്തെ നീതിയും കരുണയുമുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടുന്ന് നീതിമാൻ കൂടിയാണ്. അവിടുന്ന് നീതി വിധിയാളനായി വരുന്നതിന് മുൻപ് അവിടുത്തെ കരുണ നമുക്ക് സ്വന്തമാക്കണം. അതിനുവേണ്ടിയാ പരിശുദ്ധ അമ്മ വ്യത്യസ്ത ഇടങ്ങളിൽ ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുക. എൻ്റെ മക്കളെ, എൻ്റെ മക്കളെ എന്ന് വിളിച്ച് അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കാത് കൂർപ്പിച്ച് കേട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരുവപ്പെടുത്താം. ശ്രദ്ധിക്കണേ, വഴിതെറ്റിയ ചിന്തകളാകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ വിവേചിച്ചറിയണമെന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. ഭൗതികമായ കാര്യങ്ങൾ പ്രഘോഷിക്കുന്ന ഇടങ്ങളിലേക്ക് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകും, കാര്യസാധ്യങ്ങൾ നടക്കുന്നുണ്ടാകും. എങ്കിലും അത് കുരിശിൻ്റെ വചനമല്ല എങ്കിൽ, നമ്മുടെ നിത്യരക്ഷയ്ക്കുള്ള വചനമല്ല എങ്കിൽ, ഗലാത്യ സഭയോട് ഇപ്രകാരം ചോദിക്കുകയാണ് പൗലോസ്ലീഹ ഗലാത്യ 3:1 ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ മുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആഭിചാരം ചെയ്തത് ആരാണ്? കുരിശ് വേണ്ട, മറ്റ് സുഖങ്ങളും സൗകര്യങ്ങളും മതി എന്നുള്ള തരത്തിൽ ഈശോയുടെ പുറകെ നടക്കുകയാണെങ്കിൽ, കുരിശിനെ കുറിച്ച് ധ്യാനിക്കാനോ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ കുറിച്ച് ധ്യാനിക്കാനോ നമ്മുടെ വൈകുന്നേരങ്ങളിൽ നമുക്ക് സമയമില്ല എങ്കിൽ, നമുക്ക് തലമുറയായി കൈമാറ്റം ചെയ്ത് നൽകപ്പെട്ട പുത്തൻ ബാനയുടെ പാട്ടുകൾ പോലും നമ്മളുടെ തലമുറ മറന്നു കഴിഞ്ഞെങ്കിൽ, ഈശോയുടെ ക്രൂശിത രൂപത്തോട് പോലും നമുക്കൊരു മമതയില്ലാതായി തീർന്നെങ്കിൽ, അവന്റെ തിരുമുഖത്തോടുള്ള ഭക്തി, അവന്റെ തിരുരക്തത്തോടുള്ള ഭക്തി, അവന്റെ തിരുമുറിവുകളോടുള്ള ഭക്തി, അവന്റെ കുരിശിനോടുള്ള ഭക്തി, അവന്റെ മുൾമുടിയോടും അവന്റെ തങ്കച്ചോരയോടുമുള്ള ഭക്തി, അവന്റെ നുറുങ്ങിയ പരിശുദ്ധ ഹൃദയത്തോടുള്ള ഭക്തി ഒക്കെയും കൈമോശം വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. തിരുമണക്കൂർ ആരാധന, ഗത്സമൻ തിരുമണക്കൂർ, മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞത്, എൻ്റെ തിരുഹൃദയ പ്രതിഷ്ഠ നിങ്ങൾ നടത്തി വില കൂടിയ തിരുഹൃദയത്തിന്റെ രൂപങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സ്ഥാപിക്കണമെന്നല്ല, എൻ്റെ ഹൃദയം നുറുങ്ങി തിരുരക്തം ഒഴുകി ഇറങ്ങുന്നതും അതിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മുൾമുടിയുടെ എപ്പോഴും ഞാൻ ഗത്സമനയിലായിരിക്കുന്ന കഠിന വേദനയും നിങ്ങൾക്ക് വേണ്ടി സ്നേഹാഗ്നിയിൽ എരിയുന്ന എൻ്റെ ഹൃദയവും നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഈശോ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ അനുതാപത്തോടെ തെറ്റുപറ്റിയെന്ന ബോധ്യത്തോടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ തിരുസഭയുടെ കൃപയുടെ ഭണ്ഡാരത്തിലേക്ക് നീ ഒഴുക്കിയിറക്കിയ കരുണയും, ഞങ്ങളുടെ നാട്ടിൽ പെയ്തിറങ്ങിയ ദൈവ കരുണയും ദൈവവചനവും, നിന്റെ കാണപ്പെടുന്ന കരവും ഞങ്ങളെ ഒരു വിശ്വാസ സമൂഹമായി മാറ്റുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ലോക ജീവിതത്തോടുള്ള മമതയും, ഞങ്ങൾക്ക് സ്വത്തുക്കളോടും ഞങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ സുസ്ഥിരമാകുമെന്നുള്ള തെറ്റിദ്ധാരണ ദുഷ്ടൻ തന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ലോകത്തിലെ വസ്തുവകകളോടുണ്ടായ വലിയ താല്പര്യവും, ദൈവത്തെ ദൈവമായി കാണാതെ ലോകവും സൃഷ്ടിയും ജീവിതവും ഞാനും എൻ്റെ സ്വത്തുവകകളും 1-ാം പ്രമാണത്തിന്റെ ലംഘനം പോലെ ഞാൻ കൊണ്ടു നടന്നപ്പോൾ, ദൈവമേ,
ഞങ്ങൾക്ക് തെറ്റിയത് കുരിശിൻ്റെ വഴിയാണ്. ഞങ്ങൾക്ക് തെറ്റിയത് രക്ഷയുടെ വഴിയാണ്. ഞങ്ങൾക്ക് തെറ്റിയത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഞങ്ങൾക്ക് തെറ്റിയത് കഴിഞ്ഞ കാലങ്ങളിൽ തിരുസഭ ഞങ്ങളെ പഠിപ്പിച്ച വിശ്വാസ മൂല്യങ്ങളുടെ വഴിയാണ്. ദൈവമേ, ഞങ്ങൾ അമ്മയുടെ കൈ പിടിക്കുക. അമ്മേ മാതാവേ, അന്ത്യകാല പ്രേക്ഷിതയായി, ദൈവ കരുണയുടെ മാതാവായി, ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കായി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ അമ്മയുടെ കരം പിടിച്ച് പാദങ്ങൾ തിരികെ യഥാർത്ഥ വഴിയിലേക്ക് വെക്കുവാനുള്ള കൃപ ചെയ്യണമേ. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. പാടാമാരാധന ആരാധന, പാടാമാരാധന ആരാധന, പാടാമാരാധന ആരാധന, പാടാമാരാധന ആരാധന, പാടാമാരാധന ആരാധന. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനം. അവൻ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഭൗതികമായ നേട്ടങ്ങൾ കർത്താവ് വച്ചു തരുമ്പോൾ അവൻ അതിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മീയ പരിവർത്തനമാണ്. രോഗികളെ സുഖപ്പെടുത്തി. അപ്പോൾ നിറവേറിയ യെശയ്യാ പ്രവചനം ഇങ്ങനെയാണ്: അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. നമ്മൾ നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് ഓരോ കാര്യങ്ങളെയും കാണണം. മരിച്ചവരെ ഉയർപ്പിച്ചത് നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു കാലത്തും മരിക്കില്ല എന്നുള്ള സന്ദേശം നൽകാനല്ല, അവൻ ജീവന്റെ നാഥനാണ് എന്നും എൻ്റെ ജീവിതം അവൻ്റെ കരങ്ങളിലാണ് എന്നും ജീവനും ജീവന്റെ സമൃദ്ധിയും അവനിലാണ് എന്നും നിത്യജീവൻ ഞാൻ സ്വന്തമാക്കുവാൻ അവൻ്റെ ഹൃദയത്തോട് ചേരണമെന്നും അവൻ്റെ വചനം ഭക്ഷിക്കണമെന്നും അവനിലായിരിക്കണമെന്നുമാണ്. യെശയ്യാ പ്രവചനം 53:3 നമുക്ക് ധ്യാനിക്കാം. അവൻ സഹിച്ചത് മുഴുവനും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ പാടുപീട്ടുകളേറ്റതും ചിതറിയതും മുഴുവനും നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. ഈശോ വന്നതും മരിച്ചതും നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം സുസ്ഥിരമാക്കാൻ വേണ്ടിയാണോ? നമ്മുടെ മുട്ടുവേന മാറ്റാനും നമ്മുടെ കുഴിനകം മാറ്റാനും നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാനുമാണോ അവൻ കുരിശേറിയത്? എല്ലാം നടക്കും പ്രിയപ്പെട്ടവരെ. ദൈവം ദൈവമാണ്. അവന്റെ സാന്നിധ്യത്തിൽ അനവധി കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആത്യന്തികമായ കാര്യം നമ്മൾ മറന്നുപോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നിത്യജീവനും നിത്യരക്ഷയും നമ്മുടെ ആത്മരക്ഷയും. യെശയ്യാ പ്രവചനം 53:3 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്.
നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം ഭജിച്ചു. മർദ്ദനത്തിലും ശിക്ഷയിലും അധീനനായി അവൻ എടുക്കപ്പെട്ടു. അവന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡയേറ്റതെന്ന്, ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് അവൻ വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആരു കരുതി? കണ്ടു നിന്നവരിൽ ആർക്കും മനസ്സിലാക്കാത്ത വലിയൊരു സ്വർഗീയ രഹസ്യമായിരുന്നു കുരിശിൽ നിറവേറപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആർക്കും മനസ്സിലായില്ല. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രബോധനം സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, വിശ്വാസ കണ്ണാൽ കണ്ട് കുരിശിന്റെ ചുവട്ടിൽ ഇപ്പോൾ മുട്ടുകുത്തിക്ക് കാസ്യൂസ് എന്ന പടയാളി അവന്റെ തങ്ക വിരിമാറിലേക്ക് ആഴ്ന്നിറക്കിയ ആ കുന്തമുനയിൽ നിന്ന് പ്രഹരിക്കപ്പെട്ടത് നോഹയുടെ പെട്ടകം തുറക്കപ്പെട്ടതുപോലെ തങ്കനാവുകാരനായ സ്വർണ്ണനാവുകാരനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് പോലെ അത് നോഹയുടെ പെട്ടകമാണ്. നിനക്കായി തുറക്കപ്പെട്ടത് നിന്റെ രക്ഷയുടെ വാതിലാണ്. ചങ്കു പൊട്ടി നിലവിളിച്ച് ദൈവമേ കരുണയായിരിക്കണമേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിന്റെ തങ്കച്ചോരയിൽ കുളിച്ച് നമുക്ക് വെടിപ്പായി കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോടും മഗ്ദലേനയോടും യോഹന്നാനോടും നമുക്ക് ചേർന്ന് നിൽക്കാം. മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി ഒരു മരത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന തങ്കച്ചോര ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുകിയിറങ്ങുന്ന സമയമാണ്. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പൃച്ഛള സർപ്പം പോലെ ഇതാ ഇപ്പോൾ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടാൻ പോവുകയാണ്. അവനിലേക്ക് നോക്കുന്നവരെല്ലാം സുഖപ്പെടുമെന്നുള്ളത് കാലത്തിന്റെ പ്രവചനമാണ്. അതിന്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. നമുക്ക് എളിമയോടെ സാധിക്കുന്നവരെല്ലാം മണ്ണിൽ വീണ് കിടക്കുക, നിങ്ങളുടെ തറയിൽ കമിഴ്ന്നു കിടക്കുക. കർത്താവ് ഇപ്പോൾ കുരിശിൽ നിന്ന് നിങ്ങളെ അവന്റെ ചോരയാൽ കഴുകുന്ന സമയമാണ്, വീണ്ടെടുപ്പിന്റെ സമയമാണ്. വലിയ വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.